മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി 20 മണ്ഡലങ്ങളിലും സജീവമായി തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉണ്ടായിരുന്നു. ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി രാഷ്ട്രീയമായ നിരവധി കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ നിർണായകമായ ദിവസം, വോട്ടിംഗ് ദിവസം, മുഖ്യമന്ത്രിയുണ്ട്, ഭാര്യയുണ്ട്, മകൾ വീണ വിജയൻ അടക്കം മറ്റ് പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് മുഖ്യമന്ത്രി ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഖ്യമന്ത്രി മനു ഭരത് ചേരുന്നുണ്ട്. മനു, മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി എത്തുകയാണ്. പാർട്ടി നേതാക്കളുടെയൊക്കെ സാന്നിധ്യം കാണാം. സ്വാഭാവികമായി ഇത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം അല്ലേ? അതെ, സ്വാഭാവികമായും മുഖ്യമന്ത്രി സാധാരണ വോട്ട് ചെയ്തതിന് ശേഷം പോളിംഗ് ബൂത്തിന് പുറത്തെത്തി ഒരു രാഷ്ട്രീയ അവലോകനം എന്ന തലത്തിൽ ഒരു പ്രതികരണം സാധാരണ നടത്താറുണ്ട്. ഇതിപ്പോൾ RC അമല ബേസിക് UP സ്കൂളിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. 8 മണിക്ക് വോട്ട് ചെയ്യാൻ ആണ് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആ കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മറ്റ് പല പ്രമുഖരും കണ്ണൂരിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒപ്പം ആണ് ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല വിജയൻ, ഒപ്പം തന്നെ മകളും അദ്ദേഹത്തോട് ഒപ്പം വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. പിണറായി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നും ഉണ്ട്. അപ്പോൾ അദ്ദേഹം RC അമല ബേസിക് UP സ്കൂളിൻ്റെ അങ്കണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്ഥാനാർത്ഥി MV ജയരാജനാണെങ്കിലും ഈ പ്രചരണത്തെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. K സുധാകരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് കണ്ണൂരിൽ നടന്നത് എന്നതാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. വളരെ അഭിമാനകരമായ ഒരു പോരാട്ടം ആണ് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഉള്ളത്. അതുകൊണ്ട് ആരുടെ വിജയം എന്നത് വളരെ നിർണായകവും ആണ്. ഏതായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവ് രീതി വീട്ടിൽ നിന്ന് നടന്നാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുകയും അദ്ദേഹം ഈ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ വളരെ നീണ്ട ഒരു നിര നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രാവിലെ തന്നെ ഈ RC അമല ബേസിക് UP സ്കൂളിൽ ഒരു നീണ്ട പോളിംഗ് നിര ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം ഈ പോളിംഗ് മെഷീനുകൾക്കൊന്നും തകരാറില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ആണ് മുഖ്യമന്ത്രി ഇവിടെ വോട്ടെടുപ്പിനായി എത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകർക്ക് സമയം അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തവണയും ഉള്ളതുപോലെ കുടുംബാംഗങ്ങൾക്കൊപ്പം, പാർട്ടി പ്രവർത്തകർക്കൊപ്പം, ഇപ്പോൾ ബൂത്തിൽ നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി എത്തുന്നത്. വലിയ തിരക്ക് ആ ബൂത്തിൽ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്, നമുക്കറിയാം. ജയരാജനാണ് അവിടെ സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാർട്ടി പ്രവർത്തകരുടെ, നേതാക്കളുടെ അകമ്പടിയോടെ ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ട വലിയ പ്രചരണ കാലത്തിന് ശേഷം പ്രചരണത്തിന് LDF പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തുന്നത്. പിണറായി വിജയൻ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ വലിയ പ്രചരണം LDF സംസ്ഥാനമെമ്പാടും നടത്തിയത്. 20 മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണം നടത്തി. നിരവധി പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, CA അടക്കം നിരവധി വിഷയങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇതിനൊക്കെ ഇന്ന് ജനം ഇതുമായി ബന്ധപ്പെട്ട് വിധിയെഴുതും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കണ്ണൂരെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ പ്രചരണ കാലം, നമുക്കറിയാം 1.5 മാസത്തോളം നീണ്ടുനിന്ന വലിയ പ്രചരണ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അദ്ദേഹത്തിനും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഭരണവിരുദ്ധ വികാരമടക്കം നിരവധിയായ
കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ UDFും BJPയും അടക്കം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്നതിനകം തന്നെ പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ മുഖ്യമന്ത്രിക്കും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നുണ്ട്. അദ്ദേഹം ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ക്യൂ നിന്ന് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് അവിടെ ഈ ബൂത്തിൽ യന്ത്ര തകരാറോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വോട്ടിംഗ് സുഗമമായി രാവിലെ മുതൽ വലിയ ക്യൂവിനോട് കൂടി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്ന ഒരു സ്ഥലമാണ്. മനു, അദ്ദേഹം ഈ ക്യൂവിൽ കുറച്ച് ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരും. അല്പം ഒന്ന് സമയമെടുക്കും അല്ലേ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ?